എല്ലാവർക്കും സോഷ്യോളജിയുടെ ഈ ഒരു പാഠഭാഗത്തേക്ക് സ്വാഗതം. സോഷ്യൽ റിസർച്ച് മെത്തേഡ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഡാറ്റ കളക്ഷനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ റിസർച്ച് എങ്ങനെയായിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി റിസർച്ചിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് പറയുന്നത്. അതായത് ഡാറ്റ. ഒരു റിസർച്ച് ആവണമെങ്കിൽ അതിൽ ഒരുപാട് ഡാറ്റകൾ നാം ഉപയോഗിക്കണം. ഡാറ്റകൾക്കനുസരിച്ചാണ് ഒരു റിസർച്ചിൻ്റെ പുരോഗമനം. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടി നാം കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ കൂടുതലായിട്ട് നമുക്ക് പാഠഭാഗം ചർച്ച ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇതാണ് നിങ്ങൾ സ്ക്രീൻ കാണുന്ന, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റ കളക്ഷൻ എന്നുള്ള ആ പേജ്. ഇതിൽ ഫസ്റ്റായിട്ട് പറഞ്ഞത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റകൾ. ഡാറ്റയെ രണ്ടായി തരംതിരിക്കാം: പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് മീൻസ് ടു ഗീവ് ഓർ സംതിങ് ഗിവൺ. എന്തെങ്കിലും ഒരു വസ്തു നൽകലോ അല്ലെങ്കിൽ നൽകപ്പെട്ട എന്തെങ്കിലും വസ്തുവിനെ കുറിച്ചാണ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളെക്കുറിച്ചാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തോട്ട് ടു ബി ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ, അറിവിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ഡാറ്റയെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റകൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ അറിവുകളെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ നാം തരംതിരിക്കേണ്ടത്, നാം തിട്ടപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഡാറ്റയാണ് ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് ആയിട്ട് ഞാൻ പരിഗണിക്കാറ്. അപ്പോൾ ഡാറ്റയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണ്. ഡാറ്റ ചിലപ്പോൾ ക്യാൻ ബി നമ്പേഴ്സ്, ചിലപ്പോൾ നമ്പറുകളാകാം, ഇമേജസ് ആവാം, വേർഡ്സ് ചില സംസാരങ്ങളാകാം, ഫിഗേഴ്സ് ചില ആളുകളാവാം, ഫാക്ട്സ് ചില യാഥാർത്ഥ്യങ്ങളാകാം, ഓർ ഐഡിയാസ് ചിലപ്പോൾ ഐഡിയാസുകളാകാം. അതൊക്കെ ഡാറ്റകളാവാം. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, മസ്റ്റ് ഇൻ്ററപ്റ്റ് ഇൻ ടു മീനിങ്ഫുൾ ഇൻഫർമേഷൻ. ഈ ഡാറ്റകൾ നമ്മളെ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് അറിവിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ഡാറ്റകൾക്കനുസരിച്ചായിരിക്കും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. പിന്നെ പ്രധാനമായിട്ടും ഡാറ്റയുടെ സോഴ്സുകൾ, എവിടെ നിന്നാണ് ഡാറ്റ കിട്ടുന്നത് എന്നതിനെ രണ്ടായാണ് തരംതിരിക്കൽ. ഒന്ന് പ്രൈമറി, രണ്ട് സെക്കൻഡറി. ഡാറ്റയുടെ സ്രോതസ്സുകളെ കണക്കാക്കിയിട്ട് ഒന്നെങ്കിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി, അങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിക്കൽ. ഇനി ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ആൻഡ് ഡാറ്റ കളക്ഷൻ. എന്തുകൊണ്ടാണ് റിസർച്ചിൽ ഡാറ്റ ഇത്രത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, റിസർച്ചസ് കണ്ടക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി ക്യാൻ ബി ഡിഫറെൻറ്റ് മെത്തഡോളജി. നമുക്കറിയാം, റിസർച്ചുകൾ വ്യത്യസ്ത കോലത്തിലായിരിക്കാം, വ്യത്യസ്ത രൂപത്തിലായിരിക്കാം, വ്യത്യസ്ത മെത്തഡോളജികളായിരിക്കും ഉപയോഗിക്കുക. ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡോളജി ആയിരിക്കും, ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി ആയിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും മുഴുവൻ റിസർച്ച് എന്തായിരിക്കും? ബേസ്ഡ് ഓൺ ഡാറ്റ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു വിധത്തിലുള്ളത്, ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണ്, ഏത് രീതിയിലുള്ളതാണെങ്കിലും ഡാറ്റയുടെ സാന്നിധ്യം അതിലുണ്ടായിരിക്കും എന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡാറ്റ ഇസ് എ ബേസിക് യൂണിറ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ്. അഥവാ ഈ ഗ്രാഫ് മറ്റുമായിട്ട് ഒരുപാട് സെൻസസ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ സെൻസസ്, പോപ്പുലേഷൻ വേരിയബിൾ, പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന സാധനങ്ങൾ, ഹെൽത്ത് സ്റ്റാറ്റസ്, റോഡ് ആക്സിഡൻറ്റ്, ഇതിനൊക്കെ ഡാറ്റ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ സെൻസസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്ക് ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പഠനം പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഡാറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് റിസർച്ചുകളിൽ.
അതുപോലെ തന്നെ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസ്, നമ്പേഴ്സ്, ഇമേജസ് പോലെയുള്ള മുഴുവൻ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളിലൊക്കെ ഡാറ്റ വളരെയധികം നിർബന്ധമാണ് എന്നാണ്. ഇനി ടൈപ്സ് ഓഫ് ഡാറ്റകളുടെ ഇനം. ഡാറ്റകളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 തരം ഡാറ്റകളാണുള്ളത്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. ഇനി എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് നോക്കാം. പ്രൈമറി ഡാറ്റ മീൻസ് ഒറിജിനൽ ഡാറ്റ ഹാസ് ബീൻ കളക്റ്റഡ് സ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഇൻ, അങ്ങനെ ഫസ്റ്റ് ടൈം ഫ്രം ദ ഒറിജിനൽ സോഴ്സിൽ നിന്നും ആദ്യമായിട്ട് കിട്ടുന്ന ഡാറ്റകൾക്കാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടൈം ഈ ഒറിജിനൽ സോഴ്സിൽ നിന്നും ഫസ്റ്റ് ടൈമായി കിട്ടുന്ന ഡാറ്റകൾക്കാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റ എങ്ങനെയായിരിക്കും കിട്ടുക? ചിലപ്പോൾ നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വിവരമുണ്ടല്ലോ, അതാണ് പ്രൈമറി ഡാറ്റ. പിന്നെ നമ്മളൊരു പുസ്തകമാക്കി എഴുതിയിട്ട് അല്ലെങ്കിൽ അതൊരു ജേണൽ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിൽ അത് പബ്ലിഷ് ചെയ്തിട്ട് അത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റയാണ്. പക്ഷെ നമുക്ക് ആദ്യമായി കിട്ടുന്ന ഡാറ്റയാണ്, അതുകൊണ്ട് തന്നെ അതാണ് പ്രൈമറി ഡാറ്റ. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കിയാണ്ട് എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് അതിന് ആൻസർ, അതൊക്കെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രൈമറി ഡാറ്റ ആസ് ക്വസ്റ്റ്യനെയർ ആയിരിക്കും, ചിലപ്പോൾ ഇൻ്റർവ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആയിരിക്കും. ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രത്യേക നമ്മുടെ ഒരു വിഷയത്തിന് ആസ്പദമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇൻ്റർവ്യൂ ആയിരിക്കും. ചിലപ്പോൾ ഒബ്സർവേഷൻസ്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും. കേസ് സ്റ്റഡീസ്, പലതിനെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡയറീസ്, ഇതൊക്കെ ആയിരിക്കും പ്രൈമറി ഡാറ്റകൾ നമുക്ക് ആദ്യമായി കിട്ടുന്ന. അപ്പോൾ അതിന് ഈ ഡാറ്റ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇസ് നോൺ ആസ്. അപ്പോൾ ആദ്യം ആരുടെ കൈകളിലേക്ക് എത്തുന്നത് അതായിരിക്കും പ്രൈമറി ഡാറ്റ. ഈ പ്രൈമറി ഡാറ്റ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിസർച്ചിൽ. അതുപോലെ തന്നെ റിലയബിൾ ആണ്, ഓതൻറ്റിക് ആണ്, ഒബ്ജക്റ്റീവാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വസ്തു തന്നെയാണ്. ഒബ്ജക്റ്റീവ് ആയിരിക്കും, ഒരിക്കലും സബ്ജക്റ്റീവ് ആയിരിക്കില്ല, അഥവാ വസ്തുനിഷ്ഠമായിരിക്കും ഈ പ്രൈമറി ഡാറ്റ എന്നുള്ളത്. പിന്നീട് അതൊരാൾ തൻ്റെ സബ്ജക്റ്റീവായിട്ട് വ്യക്തിനിഷ്ഠയിലേക്ക് മാറ്റുന്ന സമയത്ത് അത് സെക്കൻഡറി ഡാറ്റയിലൊക്കെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരാം. പക്ഷേ എന്തു തന്നെ ആയാലും ഈ ഒരു പ്രൈമറി ഡാറ്റയിൽ ഒരിക്കലും എന്തായിരിക്കില്ല, അത് സബ്ജക്റ്റീവ് ആയിരിക്കില്ല, അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് വിശ്വസിക്കാൻ കൊള്ളാവുന്നതും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതുമാണ് ഈ പ്രൈമറി ഡാറ്റ എന്നുള്ളത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ഡാറ്റ നമുക്ക് നോക്കാം, എന്താണ് ഇതിന് ഇത്രത്തോളം പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേകളിൽ ഈ പ്രൈമറി ഡാറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ വാലിഡിറ്റി, സാധുത, എത്രത്തോളമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്നുള്ളത്. അപ്പോൾ ഇത് പറയണത് ഈ പ്രൈമറി ഡാറ്റയാണ് ഈ റിസർച്ചിൽ ഒരു പ്രധാനപ്പെട്ട മേജർ കൺസേൺ, അഥവാ പ്രധാനമായിട്ടും ഞാൻ പരിഗണിക്കൽ ഈ ഒരു പ്രൈമറി ഡാറ്റയാണ്. അപ്പോൾ ഈ ഒരു പ്രൈമറി ഡാറ്റ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു റിസർച്ച് കൂടുതൽ വിശ്വാസയോഗ്യവും സയൻറ്റിഫിക്കും ആവൽ. അപ്പോൾ ഈ സയൻറ്റിഫിക്കും വിശ്വാസയോഗ്യതുമാവാൻ ഈ പ്രൈമറി ഡാറ്റ നമ്മൾ ഒരുപാട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഈ പ്രൈമറി ഡാറ്റ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ റിസർച്ചിൻ്റെ സാധുത വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി പറഞ്ഞാൽ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ ചിലപ്പോൾ എന്ത് ചെയ്യും, തൻ്റെ ഒരുപാട് പേഴ്സണൽ ബയാസസ് പറഞ്ഞാൽ വ്യക്തി താല്പര്യങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് റിസർച്ചിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രൈമറി ഡാറ്റയാണ് ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഡാറ്റ ഒരിക്കലും എന്തായിരിക്കില്ല, ഈ ഒരു സബ്ജക്റ്റീവ് ആയിരിക്കില്ല, മറിച്ച് ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തൻ്റെ പേഴ്സണൽ ബയാസ് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസയോഗ്യമായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൈമറി സോഴ്സുകളാണ് കൂടുതൽ ഓതൻറ്റിക് എന്നുള്ളതാണ്. പിന്നെ റിലയബിലിറ്റി പറഞ്ഞാൽ വിശ്വാസ്യത.
അപ്പോൾ ഈ പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചുള്ള റിസർച്ചുകളാകുമ്പോൾ അത് കൂടുതൽ വിശ്വാസയോഗ്യമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മൂന്നുമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി പ്രൈമറി ഡാറ്റയുടെ സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്രൈമറി ഡാറ്റ കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പരീക്ഷണപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയത്താണ്, അതാണ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ആവാം, നാച്ചുറൽ ആവാം. എങ്ങനെ എക്സ്പെരിമെൻ്റ് ഉണ്ടായും എക്സ്പെരിമെൻ്റ് വഴി കിട്ടുന്ന വിവരങ്ങൾക്ക് അത് പ്രൈമറി ഡാറ്റയുടെ ഒരു സോഴ്സാണ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. രണ്ടാമത്തെ സോഴ്സാണ് സർവേ പൊതുവെ കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രൈമറി ഡാറ്റ സോഴ്സാണ് ഈ ഒരു സർവേ. ഈ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, സൈക്കോളജി തുടങ്ങിയ മേഖലയിലൊക്കെ ഈ സർവേയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി ഡാറ്റ. മൂന്നാമതായിട്ടുള്ള പ്രൈമറി ഡാറ്റയാണ് ക്വസ്റ്റ്യനെയർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഒരു ലിസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിവരം തേടലാണ്. അത് ഉറപ്പായിട്ടും ഒരു പ്രൈമറി ഡാറ്റ ആയിരിക്കും. നാലാമത്തെ പ്രൈമറി ഡാറ്റയാണ് ഇൻ്റർവ്യൂ. ഒരാളെ നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്, അദ്ദേഹം നമുക്ക് നൽകുന്ന വിവരങ്ങൾ, ഐഡിയാസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തിട്ട് നേടിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ്, റിയാക്ഷൻസ്, ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ പെടും. ഇതൊക്കെയാണ് പ്രൈമറി ആയിട്ടുള്ള സോഴ്സിൽ പെട്ടത്. പിന്നെ ഒബ്സർവേഷൻ, നമ്മൾ ഒരാളെ കണ്ടും കേട്ടും പഠിക്കുന്നതാണ് ഒബ്സർവേഷൻ എന്നുള്ളത്. വ്യൂയിങ് ഓർ ലിസണിങ്, അത് എന്തായാലും പ്രൈമറി ഡാറ്റയുടെ വേറൊരു ഇനമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചിലപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ നമ്മൾ ഒരാളെ ചിലപ്പോൾ വാച്ച് ചെയ്യാം, ഒരാളെ അറിയാതെ തന്നെ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒരു പ്രൈമറി ഡാറ്റയുടെ ഇനമാണ്. ഇനിയും ഇനങ്ങളുണ്ട്, അഥവാ ഇനി അടുത്ത ഇനമായിട്ടുള്ളത് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരാളെ അനുകരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ്. അടുത്തതായിട്ട് പ്രൊജക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഓരോരോ അനുമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതൊക്കെയാണ് ഇതിൻ്റെ പ്രൈമറി സോഴ്സുകൾ. ഇനി അടുത്തതായി നമുക്ക് പറയുന്നത് സെക്കൻഡറി ഡാറ്റ. എന്താണ് സെക്കൻഡറി ഡാറ്റ? പ്രൈമറി ഡാറ്റയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൈമറി ഡാറ്റ കൂടുതൽ വിശ്വാസയോഗ്യവും ഓതൻറ്റിക്കും പിന്നെ റിലയബിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പ്രൈമറി ഡാറ്റ ഒബ്ജക്റ്റീവ് ആയിരിക്കും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ സോഴ്സുകൾ ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ, മറ്റു കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡാറ്റയുടെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള സെക്കൻഡറി ഡാറ്റയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന് ചോദിച്ചാൽ, ഡാറ്റ കളക്ടഡ് ഫ്രം എ സോഴ്സ് ദാറ്റ് ഹാസ് ആൾറെഡി ബീൻ പബ്ലിഷ്ഡ് ഇൻ എനി ഫോം. ആദ്യമേ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളിൽ നിന്നും ഫസ്റ്റായിട്ട് കിട്ടുന്ന ഫസ്റ്റ് ഹാൻഡ് ഡാറ്റകൾക്കാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ആൾറെഡി പബ്ലിഷ് ആയിട്ടുള്ള ഒരു ഫോമിൽ നിന്നും ഒരാളിൽ നിന്നും നമ്മൾ ഡാറ്റ സ്വീകരിക്കുന്നതിനാണ് ഈ ഒരു സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ റീയൂസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കും സെക്കൻഡറി ഡാറ്റ എന്നുള്ളത്. അപ്പോൾ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി ഡാറ്റയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്, ഈ സെക്കൻഡറി ഡാറ്റ എന്നുള്ളത് ഉറപ്പായിട്ടും പ്രൈമറി ഡാറ്റയുടെ അത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. അതിനായിട്ടും കുറച്ച് വാല്യൂ കുറവായിരിക്കും. അതേമാതിരി പ്രൈമറി ഡാറ്റ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യായിരിക്കും, ഈ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാനായിരിക്കും വളരെ. ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മുംബൈയിലുള്ള ഒരാളെ പോയി എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഡാറ്റ എപ്പോഴാണോ ബുദ്ധിമുട്ടാകുന്നത് ആ ഒരു സമയത്താണ് സെക്കൻഡറി ഡാറ്റയുടെ ഉപയോഗം നല്ലോണം ഉണ്ടാവുക. ഒരു ഉദാഹരണമായിട്ട് ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ഉദാഹരണമാണ് സൈക്കോളജി ഓഫ് ട്രാൻസാക്ഷൻ ആളുകളുടെ സൈക്കോളജി, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളെന്നൊക്കെ നമുക്കത് ചിലപ്പോൾ ഓരോട് പോയിട്ട് ഈ സർവേ നടത്താൻ ചിലപ്പോൾ ഓരോടുത്ത് പോയാൽ തന്നെ ഓരോന്ത് ചെയ്യൂല, മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരില്ല. ആ ഒരു സമയത്ത് അവരെക്കുറിച്ച് എഴുതപ്പെട്ട ബുക്കുകളും അവരെക്കുറിച്ച് എഴുതപ്പെട്ട ആർട്ടിക്കിൾസും നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അതാണ്
ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സോഴ്സുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ, മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇനി സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ ആദ്യം തന്നെ പറയട്ടെ. ഈ ഇലക്ട്രോണിക് മീഡിയ അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റ് മറ്റൊക്കെ വളരെയധികം വ്യാപകമായതുകൊണ്ട് തന്നെ സെക്കൻഡറി ഡാറ്റ നേടിയെടുക്കുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ആയിട്ടുള്ള സോഴ്സാണ് പബ്ലിഷ്ഡ് പ്രിൻറ്റഡ് സോഴ്സസ്, പബ്ലിഷ് ആയിട്ടുള്ള പ്രിൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എങ്ങനെ ഈ പ്രിൻറ്റഡ് സോഴ്സുകളുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം സാധുതാപരമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥത അതൊക്കെ എന്ത് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ റൈറ്റർ എഴുതിയ ആൾക്കനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത കമ്പനിക്ക് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ടൈം ആൻഡ് ഡേറ്റ് ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സംഗതിയാണ് ബുക്സ്. ആ ബുക്സ് എവിടെ നോക്കിയാൽ ആ ബുക്സ് നമുക്ക് എന്ത് ചെയ്യുക, എവിടുന്നും കിട്ടും. അതുകൊണ്ട് തന്നെ ബുക്ക് എന്നൊരു സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സാണ്. അതുപോലെ തന്നെ ഈ ബുക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിറ്ററേച്ചർ റിവ്യൂ കൂടി നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാം. അതുപോലെ അടുത്തൊരു സോഴ്സാണ് സെക്കൻഡറി ഡാറ്റയുടെ അടുത്തൊരു സോഴ്സാണ് ജേണൽസ് ആൻഡ് പീരിയോഡിക്കൽസ്. ജേണൽസ്, അക്കാദമിക് ജേണൽസോ മറ്റു ജേണൽസോ ഒക്കെ, ജേണൽസ് അതെന്ത് ചെയ്യും, നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യും, ബുക്സ് പഴയ ഏതോ ഒരു കാലത്ത് 1970 1960 എഴുതിയതായിരിക്കും. പക്ഷേ ജേണൽസ് എന്തായിരിക്കും, വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ജേണൽസ് എന്തായിരിക്കും, നമുക്കൊരു സ്പെസിഫിക് നോളജ്, ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രത്യേകമായിട്ടുള്ള അറിവുകൾ നമുക്ക് നേടിത്തരാൻ സഹായിക്കും. അതുപോലെ തന്നെ മാഗസിൻസ്, ന്യൂസ് പേപ്പർ, അതും അടുത്തൊരു സോഴ്സാണ്, ഈ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സാണ്. അഥവാ മാഗസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതാണ്, പക്ഷേ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പുനർപരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതാണ് ഈ ന്യൂസ് പേപ്പർ. ചില ഈ നമ്മളെ റിസർച്ചുകളിൽ ഈ സെക്കൻഡറി ഡാറ്റകൾ മാത്രം ഉപയോഗിക്കുമ്പോൾ ചില റിസർച്ചുകൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കൊലപാതകവുമായിട്ടുള്ള റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എഴുതപ്പെട്ട മുഴുവൻ ഈ ഒരു പത്രങ്ങളിലും മറ്റൊക്കെ ഉണ്ടാകുന്ന നോട്ട്സും അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പബ്ലിഷ്ഡ് ഇലക്ട്രോണിക് സോഴ്സസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെയധികം വ്യാപകമായതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക് സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്തതായി വെബ്സൈറ്റുകൾ, അതും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ലഭിക്കും. പക്ഷേ എത്രത്തോളം അത് സ്വീകാര്യമാണ് എന്നുള്ളത് നമ്മൾ പുനർപരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അൺപബ്ലിഷ്ഡ് പേഴ്സണൽ റെക്കോർഡ്സ്. നെക്സ്റ്റ്, അൺപബ്ലിഷ്ഡ് പേഴ്സണൽ റെക്കോർഡ്സ്. ചിലപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവാം, മറ്റു എല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് ലോകർക്കൊരു നഷ്ടമായതായിരിക്കും. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ റെക്കോർഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഉപയോഗിക്കാവുന്നത്. പിന്നെ അടുത്തതായിട്ടാണ് ഡയറീസ്. ഡയറി ഒരു സെക്കൻഡറി സോഴ്സാണ്. നമുക്കറിയാം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളൊക്കെ വായിച്ചവരാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ നാസി യുദ്ധ ആ ഒരു ഹിറ്റ്ലറുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം വ്യക്തമാക്കി തരുന്ന ഒരു സെക്കൻഡറി സോഴ്സാണ് ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഇതൊക്കെ ഒരു സെക്കൻഡറി ഡാറ്റകളുടെ സോഴ്സുകളാണ്. പിന്നെ അതിൽ അവസാനമായി ആ പേജിൻ്റെ അവസാനത്ത് പറഞ്ഞ ലെറ്ററുകളും ഒരു സെക്കൻഡറി സോഴ്സിൻ്റെ ഒരു സോഴ്സാണ് ലെറ്ററുകൾ. പിന്നെ അതിൽ പറഞ്ഞ അടുത്തതാണ് ഗവൺമെൻറ് റെക്കോർഡ്സ്. ഗവൺമെൻറ് തയ്യാറാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഓരോ വിഷയത്തിനെ കുറിച്ചുള്ള കാര്യം, സെൻസസ് ഡാറ്റ, പോപ്പുലേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്കൻഡറി ഡാറ്റയായി ഉപയോഗിക്കാം. ഇനി യൂസ് ഓഫ് സെക്കൻഡറി ഡാറ്റയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഒന്നാമതായി ഫോർ റെഫറൻസ് പർപ്പസസ്, നമുക്ക് എന്ത് ചെയ്യും, കാര്യങ്ങളെക്കുറിച്ച് ഒരു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്കൻഡറി ഡാറ്റയെ ഉപയോഗിക്കാം. നെക്സ്റ്റ്, ബെഞ്ച് മാർക്ക് അഗൈൻസ്റ്റ് വിച്ച് ഫൈൻഡിങ്സ് ഓഫ് എ റിസർച്ച് മേ ബി ടെസ്റ്റഡ്. ഒരു റിസർച്ചർ കണ്ടെത്തിയ കാര്യത്തിന് എതിരായിട്ടുള്ള ഒരു മാനദണ്ഡം വെക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെക്കൻഡറി ഡാറ്റയെ ഉപയോഗിക്കാം. നമുക്ക് പ്രൈമറി ഡാറ്റയിലൂടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് അറിയിക്കാനുള്ള സെക്കൻഡറി ഡാറ്റകളുടെ ഉപയോഗം ചെയ്യാം. പിന്നെ അതേമാതിരി സോൾ സോഴ്സ് ഫോർ ഇൻഫർമേഷൻ ഫോർ എ റിസർച്ച് പ്രൊജക്റ്റ്, അതിനുള്ള ഒരു ഉറവിടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി ഡാറ്റയെ നമുക്ക് കാണാം. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി ഡാറ്റയുടെ
പ്രത്യേകതകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, ഉപകാരങ്ങൾ അത് എന്ത് ചെയ്യാം, ക്യാൻ ബി കളക്റ്റഡ് ക്വിക്കലി. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഒന്നാമതായി പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് കളക്ട് ചെയ്യാൻ കഴിയും. പ്രൈമറി ഡാറ്റയെ കളക്ട് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതേമാതിരി വൈഡർ ജിയോഗ്രഫിക്കൽ ഏരിയ ആൻഡ് ലോങ്ങർ റെഫറൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു അമേരിക്ക പോയിട്ട് അതിൻ്റെ വിസ കിട്ടി അവിടെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ ഒരാളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടും വളരെ എളുപ്പമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ അദ്ദേഹത്തിൻ്റെ ജേണലുകളൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ടത്. അതേമാതിരി മൂന്നാമത്തതാണ് ബ്രോഡൻസ് ദ ഡാറ്റാബേസ് ഫ്രം വിച്ച് സയൻറ്റിഫിക് ജനറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഡാറ്റാബേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അത് വളരെ വിശാലമാക്കിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനൊക്കെ കഴിയും. അതേമാതിരി ഇതുകൊണ്ട് സെക്കൻഡറി ഡാറ്റയുടെ വേറൊരു ഉപയോഗമാണ്, നാലാമത്തെ ഉപയോഗമാണ് റിസർച്ച് ടു വെരിഫൈ ദ ഫൈൻഡിങ്സ് ബേസ്ഡ് ഓൺ പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തായാലും അത് വെരിഫൈ ചെയ്യാൻ കഴിയും. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കൊരു അനുമാനത്തിൽ എത്താൻ കഴിയും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ ഉപദ്രവങ്ങൾ. ഒന്ന്, ഡാറ്റ മേ നോട്ട് മീറ്റ് അവർ സ്പെസിഫിക് റിസർച്ച് നീഡ്സ്. നമ്മുടെ ഈ ഡാറ്റകൾ എന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവായിട്ട് ഒരുപാട് ഒരു ബണ്ടിൽ സാധനങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും നമ്മളുടെ ഒരു ആവശ്യങ്ങൾക്കുള്ള ഡാറ്റയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അഥവാ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതേമാതിരി മേ നോട്ട് ടു ബി അക്യുറേറ്റ് ആൻഡ് ഡിസൈഡ്. നമ്മൾ വിചാരിച്ച മാതിരി വളരെ അക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല. അത് എന്തായിരിക്കും, വളരെ ഒരു അക്യുറേറ്റ് അല്ലാതെ ആകെ പരന്ന് കളിച്ച് ഉള്ളൊരു പരിപാടിയായിരിക്കും. പിന്നെ മൂന്നാമത്, ചില കാര്യങ്ങളൊക്കെ പണ്ട് എഴുതപ്പെട്ട സെക്കൻഡറി ഡാറ്റകളൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, ഒബ്സലേറ്റ് വെൻ ദേ അപ്പിയർ ഇൻ പ്രിൻറ്റ്. നമ്മളെ കയ്യിലെത്തുമ്പോഴത്തേന് അതിൻ്റെ ഇത് കാലം കഴിഞ്ഞിട്ടുണ്ടാകും, അപ്പോൾ കാലഹരണപ്പെട്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് പറയാനുള്ളത് സോഴ്സ് ഓഫ് ഡാറ്റയാണ്. എന്തൊക്കെയാണ് ഡാറ്റയുടെ സോഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡാറ്റകൾ രണ്ട് വിധമാണ്, പ്രൈമറി ഡാറ്റ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈമറി സോഴ്സുകളുണ്ട്, സെക്കൻഡറി സോഴ്സുകളുണ്ട്. ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതൽ പറയാം.